തുടങ്ങുന്ന മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഒരുപാട് പൊങ്കാലകൾ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പൊങ്കാലകളെല്ലാം കമന്റ് രൂപത്തിൽ എല്ലാ ആളുകളും എന്നെ നിരാശപ്പെടുത്തരുത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിലു ടോക്സ് ബൈ സൽഹ ആ ചാനലിൽ വന്ന ഒരു വീഡിയോ നമ്മളത് റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്ത് തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊങ്കാല ഇടാൻ തോന്നുന്ന എല്ലാ ആളുകൾക്കും പൊങ്കാലകൾ ഇട്ട് പോകാം. മേ ബി വീഡിയോ ഞാൻ വളരെയധികം ചുരുക്കി പറയാൻ ശ്രമിക്കാം. കുറച്ച് നമ്മുടെ സിലു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ് അങ്ങോട്ട് പറയാം. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. ജസ്റ്റ് എനിക്കൊരു പൊങ്കാല ഇടണമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണട്ടെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ? അങ്ങനെയായിട്ട് തോന്നുന്നില്ല. എവിടെ ആള് നാട് വിട്ടോ, ആള് വേറെ പെണ്ണ് കെട്ടിയോ, ആളെ ഞാൻ ചതിച്ചിട്ട് അങ്ങനത്തെ ഡൗട്ടൊന്നും ഇനി നമുക്കില്ല. കാരണം നമ്മുടെ അണ്ണൻ നമ്മുടെ ഊഞ്ഞാലിന്റെ വീഡിയോ കാണിച്ചായിരുന്നു. കാര്യങ്ങളൊക്കെ അണ്ണൻ വന്നു പറഞ്ഞായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് കുലങ്കഷിതമായി സംസാരിക്കാനുണ്ട്. അതിലേക്കൊക്കെ വരാം. വന്നതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. 2006 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. എൻ്റെ 17 വയസ്സ് 3 മാസം പ്രായമുള്ള ആ ഒരു സമയത്ത്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടന്റ് ആക്കി എടുക്കരുത്. ലേറ്റ് അല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫാമിലി വ്ളോഗേഴ്സ് മിക്കവാറും ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ, കഞ്ഞിക്കറി വെക്കുന്നു എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടും. എന്നാണെന്ന് ഈ 10-20 മിനിറ്റുള്ള വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇവരുടെ ലൈഫിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ കാണും. എല്ലാം കാണിച്ചതിന് ശേഷം ആ പിള്ളേരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടി ഇട്ടതിന് ശേഷം വന്നിരുന്ന് ഇങ്ങനെ പറയണില്ല എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, ഈ വീഡിയോ ഏതെങ്കിലും ഒരു വ്യക്തികൾ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തികൾ എടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കുമോ? ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. അതിന് ആരാണ് വഴിവെച്ചത്? നമ്മുടെ സെൽഗക്കുട്ടിയല്ലേ. ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം? സാരില്ല, സെൽഗക്കുട്ടി പറയാം, നമുക്ക് മറുപടി പറഞ്ഞേ പോകാം. സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടന്റ് ആക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുള്ള സത്യത്തിലുണ്ടല്ലോ. ഞാൻ ഈ വീഡിയോ കുറച്ച് വൈകിയാണ് കണ്ടത്. ഇതിനു മുമ്പ് വേറൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി വേണ്ട. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വീഡിയോകൾ എല്ലാ വീഡിയോകളും ഞാൻ കാണാറില്ല. ചില വീഡിയോകളും ചില ചാരിറ്റി വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ നിങ്ങളിങ്ങനെ പറയണത് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ ഞാൻ നിങ്ങളുടെ വീഡിയോകൾ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എല്ലാ വീഡിയോയുടെ ടൈറ്റിലുകളും, അതായത് മിക്ക വീഡിയോകളുടെ ടൈറ്റിലുകളും എന്നെ ഒരുപാട് അതിശയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ചില വീഡിയോകൾ ഞാൻ കുത്തിയിരുന്ന് കണ്ടു. ചുമ്മാ എൻ്റെ ടൈം വേസ്റ്റ് ആയിട്ടോ. കാരണം നിങ്ങൾ ഇടുന്ന ചില ഈ ടൈറ്റിൽസ് ഉണ്ട്, അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്തോ നമ്മളോട് എന്തോ കാര്യമായിട്ട് പറയാണ്ട്. ഉണ്ടല്ലോ പെട്ടെന്നൊരു നെഗറ്റീവ് എനർജി അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരുപാട് ടൈറ്റിൽസ് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തെ എഴുതിക്കുക, ഇത്രയും ദിവസം എന്തായിരുന്നു പ്രശ്നം? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. സ്വന്തം വീട്ടിലെ അവകാശം ഇല്ലാതാകുമോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും. ആർക്കായാലും ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ? അത് കുഴപ്പമില്ല, അത് നല്ല പരിപാടിയാണ്. കുറച്ച് പറയാനുണ്ട്, എന്താ ഇപ്പോൾ വീഡിയോ ഇല്ലാത്തത്? മനസ്സുമെടുക്കുമ്പോൾ അപ്പോൾ ശരി നാട് വിടുന്നു ഞങ്ങൾ. ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനും വിചാരിച്ചു എന്തെങ്കിലും കാര്യമായിട്ട് തടയുന്നൊക്കെ വിചാരിച്ച് വീഡിയോയിൽ കയറുന്നൊക്കെ ഒന്നുമില്ല കേട്ടോ. ചേച്ചി രാവിലെ തൊട്ട് ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ, പിള്ളേരെ സ്കൂളിൽ വിടുന്നു, അതിനിടയിൽ എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞേ അവിടെയൊക്കെ കുത്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് കോണ്ടന്റ് പിടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഞാൻ ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ടൈറ്റിൽ വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇവരുടെ വീഡിയോ സ്ഥിരം കുത്തിയിരുന്ന് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഇവരോട് ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഇത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇജാതി ടൈറ്റിലും കാര്യങ്ങളും ഇടുന്നത്. ഇനിയിപ്പോൾ ഇക്ക എവിടെയാണ് എന്ന് ആരും ചോദിക്കുന്നില്ല. ഹസ്ബൻഡ് എവിടെ പോയി? ഇവരെന്നെ പറയുന്നില്ല, ഹസ്ബൻഡായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് ആരും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇക്ക എവിടെ പോയി എന്ന് ചോദിക്കാത്ത? നിങ്ങളെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില ടൈറ്റിൽസ് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. സോ ഇപ്പൊ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫാമിലി ഇഷ്യൂസ്, ഫാമിലി പ്രോബ്ലം,
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റി മുതലാക്കിക്കൊണ്ട് അവർ എന്താന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ 2006 ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോ ഇവിടെ വന്ന് ഇതുപോലൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇപ്പൊ ഇത്രമാത്രം റിയാക്ഷൻ വീഡിയോസ് ഈ വീഡിയോയുടെ തന്നെ കാര്യങ്ങൾ എടുത്തിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇത്രമാത്രം ഡൗട്ടുകൾ ആരാണ് ഇട്ട് കൊടുത്തത്? ഇവരല്ലേ? ഇവരുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ബാക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക വീഡിയോകളിലും കുത്തിയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോ ഹിൻസ് തരുന്ന രീതിയിലുള്ള ടൈറ്റിലുകളാണെങ്കിലും അല്ലെങ്കിൽ കഥകൾ, ഈ കഴുതനെ മേടിക്കാൻ പോയ കഥയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി പറയുന്നത് ഏകദേശം വിവരമുള്ള ആളുകൾക്ക്, ഈ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അത് ഇവരുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. സോ അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പൊ വന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, മനസാക്ഷിയുള്ളവർ കാണിക്കരുത്. കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വീഡിയോ ഇടുന്നതിന് വേണ്ടിയിട്ടാണ്? റീച്ചിന് വേണ്ടിയിട്ട്, ക്യാഷിന് വേണ്ടിയിട്ട്. റീച്ചിന് വേണ്ടിയല്ല, ക്യാഷിന് വേണ്ടിയല്ല എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കമൻസ് വരുന്നു. കമൻസ് കണ്ട് മടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നു. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്തത്? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ കമന്റ്സ് കാണേണ്ട ആവശ്യമില്ലല്ലോ. സോ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിലുള്ള ഇന്ററാക്ഷൻസ് കുറയും, അതനുസരിച്ച് നിങ്ങളുടെ വീഡിയോയിലെ വ്യൂസ് കുറയും, നിങ്ങളുടെ റീച്ച് കുറയും, ക്യാഷ് കുറയും. അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് ഓഫ് ചെയ്ത് വെക്കാത്തത്. സോ നിങ്ങൾക്ക് റീച്ചും ക്യാഷും എല്ലാ കാര്യങ്ങളും വേണം, പക്ഷെ ആരും നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായി വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, അതായത് ജനങ്ങളോട് ഓക്കെ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ വന്ന് ആളുകളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് അവരെ ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലൂസും കാര്യങ്ങളും ഇട്ട് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആളുകൾ ചോദിക്കും. വന്നതിന് ശേഷം ആളുകൾ നല്ലതായി റിയാക്ഷൻ ചെയ്തു, മോശമായി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാഷ്ടാഗ് യൂസ് ചെയ്തു എന്നൊക്കെ പറയണേൽ എന്ത് ന്യായമുള്ളത്? ഇപ്പൊ തന്നെ നോക്ക്, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരുന്ന ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരന് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു പറയുന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്നു സെപ്പറേറ്റഡ് ആണെന്ന് പറയുന്നു. ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ഈ സെയിം കാര്യം തന്നെയല്ലേ? അതായത് അടുത്ത ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ചേട്ടൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെയറിന്റെ പരിപാടിയെ പറഞ്ഞെന്നുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്കോടെ അതേ ആളുകൾക്ക് ഒരു ക്ലൂ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് മറ്റൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഈസിലു ടോക്സ് എന്ന് പറയുന്ന ചാനലിനെ പറയുന്നത്. ആ ഒരു ചെറിയ വാക്ക് കിട്ടുമ്പോൾ തന്നെ അതെനിക്ക് എന്തായാലും ഇപ്പൊ കിട്ടില്ല അങ്ങനെ പറയുമ്പോൾ ഇതിന് ആളുകൾ എന്താണ്? ചില ആളുകൾ നിങ്ങളെ കുറ്റം പറയും, ചില ആളുകൾ ആളെ കുറ്റം പറയും. സോ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വിളംബരം ചെയ്യുകയാണ്. അതിനുശേഷം എല്ലാവരും ഇത് കണ്ടു മിണ്ടാതിരിക്കണം. ഒരാളും ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നതിലൊന്നും ഒരു ന്യായീകരണവും ഇല്ല. സ്വന്തം ലൈഫിന് ഒരു പ്രൈവസിയും കൊടുക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓരോന്ന് വിളിച്ചു പറയും. അതിനുശേഷം ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് ഇടുമ്പോൾ കമന്റ് ഇടുന്ന ആളുകൾ കുറ്റം പറയുന്നു. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളിപ്പോൾ എന്തുമാത്രം വീഡിയോ ഇട്ടാലും 4 പേര് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തൊരു ആഡ് വന്നില്ലെങ്കിൽ, 4 പേര് കാണുമ്പോഴാണല്ലോ എന്തെങ്കിലും വ്യൂസ് കിട്ടുമ്പോഴാണ് അതിനകത്ത് ആഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടില്ല. സോ ഈ കമന്റ് ഇടുന്ന ആളുകൾ, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് തന്നെ ആയാലും 4 പേര് ആ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത്. സോ അവരെ വന്നുകൊണ്ട് ഈ കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം പുച്ഛിച്ച് പറയുന്നുണ്ട്. എന്തൊരു ഗതി കെട്ടാത്ത അങ്ങനെ എന്താന്ന് തോന്നുന്നു പറയുന്നത്. ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് എല്ലാ കാര്യം എടുത്തു പറയാൻ പറ്റത്തില്ല. മീഡിയയിൽ ഒരാൾ നമ്മളെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നു, അതിൽ ഒരുപാട് വിഷമമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണം. അത് നിങ്ങൾ ചെയ്യത്തില്ലല്ലോ. ഇത്രയും വലിയ ചാനൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും വലിയൊരു വരുമാനം, നിങ്ങളിപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തുമാത്രം വ്യൂസാണ് നിങ്ങളുടെ ചാനലിൽ വന്നത്. നിങ്ങൾ അതിന് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചൊന്നുമല്ലല്ലോ. നമ്മളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പേര് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടതിന്റെ പേരിൽ നാട്ടുകാരോട് ഈ കാര്യം പറയാൻ വേണ്ടി, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല, അത് ഓൺ ചെയ്ത് വെച്ച് എനിക്ക് ഇതിൽ നിന്ന് റവന്യൂ കിട്ടണമെന്ന് വിചാരിച്ച് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ കമന്റ് ബോക്സിലെ ആളുകളുടെ പ്രതിഷേധം കൊണ്ടോ അവർ തുടർച്ചയായി കമന്റ് ഇട്ടതിന്റെ പേരിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഇത്രമാത്രം കമന്റ് ഇട്ട് ചോദിച്ചതിന്റെ പേരിൽ ഞാനിത് നാട്ടുകാരോട് പറയാൻ പോവാണ്, എനിക്ക് ഇതിൽ നിന്ന് വേറെ അങ്ങനെ പറഞ്ഞ് അത്ര തൻ്റെ അടുത്തോടു കൂടി അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ചെയ്യണ്ടേ? സൽഹ
കുട്ടിയെ. അപ്പൊ മണി കിട്ടും വേണം, കമന്റ് ഇട്ടണവരെ ചീത്ത പറയും വേണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. നമ്മളെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ അടച്ചു വെച്ച് നമ്മൾ വേറെ വല്ല ബിസിനസ് പരിപാടികളോ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്, അങ്ങനെ വല്ല പരിപാടി നോക്ക്. അല്ലാത്തിടത്തോളം കാലം ഇത്ര വലിയ ചാനലും കാര്യങ്ങളൊക്കെ ആയി ഓൾറെഡി നാട്ടുകാരുടെ മുന്നിലോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ വന്നിരുന്നുകൊണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അംഗീകരിച്ച് തരില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെയൊക്കെ വെറുതെ എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ലവരും ഇൻക്ലൂഡിങ് മൈസെൽഫ് ഓക്കെ ഒരാളും മിണ്ടാതിരിക്കില്ല, എല്ലാവരും റിയാക്ട് ചെയ്യും. ഇപ്പം എന്താ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. കാരണം എന്താണ്, ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഞാൻ എൻ്റെ പ്രൈവറ്റ് ലൈഫ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റ് ആണ് ഫാമിലി വ്ളോഗ് ചെയ്യുക. സോ നിങ്ങൾ അത് ചെയ്യുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ മേ ബി മറ്റുള്ളവർ വിളിച്ചു പറയും. അത് ചിലപ്പോൾ കമൻറ്റിലൂടെ ആയിരിക്കും, മറ്റൊരു വീഡിയോയിലൂടെ ആയിരിക്കും. സോ വിഷമുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മോള് ഈ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്, അതെന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഗഫൂർക്കയുടെ പുതിയ ചാനൽ. മനസ്സിലായോ? പുതിയ ചാനലുമായി വന്ന് ഒരു സെൻറ്റൻസ് അവിടെ ഇട്ട് കൊടുത്ത ആളുകൾക്ക് ഇതങ്ങോട്ട് പിടിച്ചോ, എനിക്ക് എൻ്റെ ചാനലും കൊണ്ട് സലഹ ഓടി എന്നുള്ള രീതിയിൽ അവിടെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു വാക്ക് ഇട്ട് കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ചെയ്തിട്ട് കുറ്റം പത്തും നമ്മുടെ അഞ്ചത്തിക്കോ? എന്തിനാണ് ഇനി ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ആരും എൻ്റെ അഞ്ചത്തിക്ക് പറയണ്ട. ഞാൻ കൃത്യമായി കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ഇപ്പൊ പറഞ്ഞ പൊങ്കാലകൾ നോക്കിക്കോളൂ, ഒരുപാട് നെഗറ്റീവ് തന്നെയായിരിക്കും, അതിലൊന്നും എനിക്കൊരു സംശയമില്ല. സോ ഇതിങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നാളെ പറയേണ്ട ആവശ്യം വരാണെങ്കിൽ ഇതിന്റെ താഴെ വരുന്ന എത്ര പൊങ്കാലകൾ അതനുസരിച്ച് നമുക്ക് നാളെ വീഡിയോ ചെയ്യാം. വൈകില്ല, മറ്റൊരു വീഡിയോ ആയി തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.